കന്നഡത്തിൽ നിന്ന് ഒരു പുതിയ ടീസർ പോലൊരു സംഭവം വന്നിട്ടുണ്ട്. മാർക്ക് ഇൻട്രോ എന്നാണ് പേര് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ കിച്ച സുദീപ് അഭിനയിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മാർക്ക്. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു ഇൻട്രോ എന്ന് പറഞ്ഞൊരു വീഡിയോ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടീസർ ആയിരിക്കും. ഈ സിനിമ എന്ന് പറയുന്നത് മാക്സ് എന്ന് പറഞ്ഞ ഇതിന് മുമ്പ് ഒരു പടം ഇറങ്ങിയിരുന്നു പുള്ളിയുടെ. ആ സിനിമയുടെ ഡയറക്ടറാണ് ഇത് ചെയ്യുന്നത്. പുള്ളിയുടെ രണ്ടാമത്തെ പടം തോന്നുന്നു. അപ്പോൾ അത് മാക്സ്, ഇത് മാർക്ക്. മാക്സ് നല്ല പടമായിരുന്നു കേട്ടോ. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു. ആ സിനിമയ്ക്ക് നല്ല റിവ്യൂ ഇട്ടിട്ട് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു. നല്ല സിനിമയായിരുന്നു. നമ്മുടെ കൈതി വൈബിലൊരു പടം, ഒരു വൺ നൈറ്റ് സ്റ്റോറി, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടൊരു ആക്ഷൻ മാസ് പടമായിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമ. അപ്പോൾ നമുക്ക് പടം കാണാൻ മനസ്സിലായി ഡയറക്ടർക്ക് കുറച്ച് ഒരു കഴിവുണ്ട് പുള്ളിക്ക് ഇങ്ങനത്തെ സംഭവം ചെയ്യാൻ. അപ്പോൾ പുള്ളിയുടെ അടുത്ത പടമാണ് മാർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു മാർക്ക് ഇൻട്രോ എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ടോ, നമുക്കന്ന് കണ്ടു നോക്കാം. എന്താ പരിപാടി ഒന്നും എടുത്തില്ല. അതേ ടീം തന്നെ അജിനേഷ്, ലോകനാഥ്, എല്ലാവരും ബോട്ടുകളായിരുന്നല്ലേ. ഗുരുസമോദരാണ് കാണാൻ പറ്റില്ല. നൈറ്റ് തന്നെ പുള്ളിക്ക് നൈറ്റാണെന്ന് ഇഷ്ടപ്പെട്ട കേട്ടോ. ഓഹോ, മാസ് കുറച്ച് കൂടിപ്പോയ സാർ. വേറെ ലുക്കല്ലേ. ಮಾರ್ಕ್ ಬಗ್ಗೆ ಮಾತಾಡುವಾಗ ಮನಸ್ಸೊಳಗಡೆನೆ ಮಾತಾಡ್ಕೋಬೇಕು. ഫിലിം ബൈ ലോകേഷ് കനകരാജ്. അല്ല, അത് ഈ ഡയറക്ടർ ആക്ച്വലി ലോകേഷിൻ്റെ ഫാനാണെന്ന് തോന്നുന്നു. കാര്യം ഇതുണ്ട്. ഇപ്പോൾ ഇതിൽ നൈറ്റ് ഷോട്ട്സ് ഒക്കെ ഉണ്ടോ, അത് ഭയങ്കര ലോകേഷ് പടത്തിൻ്റെ മൂഡ്. അത് മറ്റേ നമ്മുടെ ലാസ്റ്റ് സൂര്യയുടെ സീക്വൻസ് ഇല്ലേ, ഇവനെ പിടിച്ചോണ്ട് വരുന്നവർക്ക് വൺ ടൈം സെറ്റിൽ. അത് മറ്റേ കൈതിലുള്ള സാധനമായിരുന്നു. അത് ലൈഫ് ടൈം സെറ്റിൽമെന്റാ എന്ന് പറയുന്ന അതേ പരിപാടി തന്നെ. ഫോട്ടോ കാണിച്ചു കൊടുത്ത് അല്ല എന്ന് പറയുന്ന ഒരു സംഭവം അതൊരു പടമാക്കി. അല്ല, അത് തന്നെ ചേട്ടാ. ഈ പുള്ളിയുടെ ഇതിന്റെ ഡയറക്ടർ ഇതിനു മുമ്പ് ചെയ്ത പടമില്ലേ കറക്റ്റ് കൈതി പോലെ, മാക്സ് എന്ന് പറയുന്നത് കൈതി പോലെ തന്നെ ഇതേ എലമെന്റുകളെല്ലാം ഉള്ള പടമാണ്. എനിക്കിത് രണ്ടും കാണുമ്പോഴേ ഒരമ്മ പറ്റ മക്കളെ പോലെ തോന്നുന്നു. ഡയറക്ടറൊക്കെ ഇൻട്രസ്റ്റ് സംഭവമാണ്. അപ്പോൾ പുള്ളി ചെയ്യട്ടെ, നമുക്ക് കാണാം. മാസ് പടം നമുക്ക് വന്നാൽ വിടുവോ നമ്മൾ, കൊള്ളാം, കാണത്തില്ലേ. എല്ലാ ലാംഗ്വേജിലും തമിഴ്, തെലുങ്ക് ഒക്കെ ഉണ്ട്. മലയാളം ലുക്ക് ഉണ്ടല്ലേ പുള്ളി. എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കിച്ച സുദീപ് എന്ന് പറയുന്നത് ആക്ച്വലി സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരാളാണ്. ഞാൻ വളരെ കുറച്ച് പടം പുള്ളിയുടെ കണ്ടു. ഞാൻ പുള്ളിയുടെ കുറച്ച് ഒന്നിടത്ത് കണ്ണപ്പടം കണ്ടു. എനിക്ക് പുള്ളിയുടെ ഈ സ്ക്രീൻ പ്രസൻസ് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി എസ്പെഷ്യലി ഈ ചില കാണുമ്പോഴേ വില്ലനാണെങ്കിൽ പോലും പുള്ളി എങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ വിക്രാന്ത് റോണ നല്ല പടമായിരുന്നു അത്. പക്ഷെ ഞങ്ങൾ കണ്ടത് ഇരുട്ടത്തായിരുന്നു, ഫുൾ ഇരുട്ട്. 3D ഗ്ലാസ് വെച്ചപ്പോൾ മൊത്തം ഇരുട്ടായിപ്പോയി. ഞാൻ നല്ല തിയേറ്ററിൽ കണ്ടതുണ്ട്. അതിൻ്റെ 3D വർക്ക് ഭയങ്കര രസമായിരുന്നു. പിന്നെ പക്ഷേ ഒരു പോയിന്റ് കഴിയുമ്പോൾ പടം പല വഴിക്ക് പോകും. എന്നാലും കുറച്ച് പണിയെടുത്ത പടം. അതെ, കുറച്ചധികം പ്രൊഡക്ഷൻ. അപ്പോൾ മാർക്കിൻ്റെ ഇൻട്രോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനിയിപ്പോൾ ട്രെയിലറൊക്കെ വരുമായിരിക്കും, വരട്ടെ. ആക്ഷൻ പടം, മാസ് പടം അത് തന്നെ. പക്ഷേ ഡയറക്ടറൊക്കെ എനിക്ക് പുള്ളി കുറച്ച് ഈ ഭയങ്കര ഒബ്സസ്ഡ് ആണെന്ന് തോന്നുന്നു. ഈ നൈറ്റ് ആ ലോകേഷ് കനകരാജിൻ്റെ ആ ഒരു വൈബിലേക്കുള്ള ആ ഒരു തോന്നുന്നു. അജനീഷ് ആണ് മ്യൂസിക്, മറ്റേ കാന്തരല്ലേ. അതെ അതെ. എനിക്ക് കുറച്ച് കണ്ട ലോകേഷിൻ്റെ പടം കാണുമ്പോൾ അത് തന്നെ സംഭവം. ആ ഒരു ഇതാ തോന്നിയത്. പിന്നെ ഇത് ഇൻട്രോ അല്ലേ, പരിപാടിയൊക്കെ ട്രെയിലറൊക്കെ വരട്ടെ. ഇത് വൺ നൈറ്റ് സ്റ്റോറി അല്ലെന്ന് തോന്നുന്നു. ഇതിനകത്ത് നൈറ്റ് കുറച്ച് കൂടുതൽ ഉണ്ടാവുന്നേ ഉള്ളൂ. മാക്സ് ഒരു വൺ നൈറ്റ് സ്റ്റോറി ആയിരുന്നു. അപ്പോൾ ഇതിനിപ്പം പകലും എല്ലാം കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു അറിയില്ല, നോക്കാം. പുള്ളിക്ക് നൈറ്റ് സീൻ എടുക്കാൻ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആണെന്ന് തോന്നുന്നു ഡയറക്ടർ. അതുകൊണ്ട് ഇതിനകത്ത് തന്നെ ഫുള്ള് നൈറ്റ് സീൻ്റെ മെജോറിറ്റിയും നൈറ്റ് സീൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്.